റേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് വരെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളെ ഇപ്പോൾ കാണാനില്ല. സോഷ്യൽ മീഡിയയിലാണ്, യഥാർത്ഥത്തിൽ അയാളെ കാണാനില്ല എന്നല്ല ഞാൻ പറഞ്ഞ, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരാളെ ഇപ്പോൾ കാണാനില്ല. അതായത് വേറെ ആരെയല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുരേഷ് കുമാറിനെ. ഇപ്പോൾ ജനുവരി മാസത്തെ സിനിമകളുടെ കണക്കുകൾ അവതരിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് ജനുവരി അവസാനവും ഫെബ്രുവരി ആദ്യവും സുരേഷ് കുമാറും കുറേ നിർമ്മാതാക്കളും എല്ലാം കൂടെ ചേർന്ന് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുകയും അവരുടെ വെള്ളിത്തിര എന്ന് പറയുന്നത് ചാനലിൽ കൂടെ ഏതാണ്ട് വരുന്ന ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ പുറത്തു വിടുമെന്നുള്ള രീതിയിൽ ഭീഷണിയാണോ ഏതൊക്കെ രീതിയിൽ അദ്ദേഹം സംസാരിക്കുകയൊക്കെ ചെയ്തെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ ഒരു നഷ്ടമാണെന്നും അതിൻ്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് ഏതാണ്ട് 19 കോടിയാണെന്നുള്ള ഒരു വിവാദത്തിൽ തിരികൊളുത്തിയത് തന്നെ സുരേഷ് കുമാറിൻ്റെ അത്തരത്തിലുള്ളൊരു വാർത്താ സമ്മേളനമാണ്. അന്നും ഇന്നും ഗൂഗിളിനെ ആശ്രയിക്കുന്ന ചില യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള ചില ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് യൂട്യൂബിൽ, ഞാൻ പറഞ്ഞ ഗൂഗിളിനെ ആശ്രയിക്കുന്ന ചില യൂട്യൂബേഴ്സ് ഉൾപ്പെടെയുള്ള ചില ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും കാണാൻ പറ്റും ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമയുടെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത് 8 അല്ലെങ്കിൽ 9 കോടി രൂപയാണ്. പക്ഷേ മമ്മൂക്കയുടെ ഒരു സിനിമ പരാജയപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സുരേഷ് കുമാർ അന്ന് വിളിച്ചു പറഞ്ഞ 19 കോടിയിലേക്ക് എത്തിയിട്ട് പല ആൾക്കാരും ഇവിടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് പരാജയപ്പെട്ടു എന്നുള്ള രീതിയിൽ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, പലരും പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അത് ഏതാണ്ട് അതുപോലെ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ഈ തിരി കൊളുത്തിയത് സുരേഷ് കുമാറിൻ്റെ അത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം അവരുടെ വെള്ളിത്തിര എന്ന് പറയുന്ന ചാനലുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ പിന്നീട് ലിസ്റ്റിൽ ശിവൻ തന്നെ പറഞ്ഞ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ഐഡന്റിറ്റി എന്ന ടോവിനോ തോമസിന്റെ ചിത്രത്തിനെ കുറിച്ചാണ്, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സോ അല്ലെങ്കിൽ ആ സമയത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ഒരു ജാതകോ ആ സിനിമയും പിന്നെ ബേസിൽ ജോസഫിന്റെ പൊന്മാൻ ഇത്തരത്തിൽ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയെക്കുറിച്ചല്ല എന്ന് പിന്നീട് ലിസ്റ്റിൽ ശിവൻ പറഞ്ഞു. പക്ഷേ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അന്ന് ഇവർ ഉദ്ദേശിച്ച് പറഞ്ഞത് ഈ സിനിമകളെ എല്ലാം കൂടെ ചേർത്ത് തന്നെയാണ്. രേഖാചിത്രം മാത്രമാണ് ആ സമയത്ത് തിയേറ്ററിൽ വിജയിച്ച ഒരേ ഒരു സിനിമ എന്നുള്ള രീതിയിൽ. സ്വാഭാവികമായിട്ടും മറ്റുള്ള മാസങ്ങളിലും എനിക്കൊന്ന് അതിനുശേഷം ഒരിക്കൽ കൂടി ഇവർ ഒരു സമ്മേളനം വിളിച്ചു കൂട്ടുകയും ഇത്തരത്തിലുള്ള എന്തോ കണക്കുകളും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തു. അത് ചുരുക്കം പറഞ്ഞാൽ മലയാള സിനിമ ഒരു നഷ്ടമാണെന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അതായത് ഇനി ഒരു പ്രൊഡ്യൂസർ പുറത്തുനിന്ന് വന്ന് ധൈര്യമായിട്ട് ഒരു മലയാള സിനിമ എടുക്കാൻ ഒരു ധൈര്യം ഉണ്ടാകരുത്, അവർ വന്ന വഴിക്ക് ഓടിപ്പോണമെന്നുള്ള രീതിയിൽ എല്ലാ സിനിമയും നഷ്ടം എന്നുള്ള രീതിയിലാണ് ഇവരുടെ അവതരണങ്ങളും കാര്യങ്ങളും കേട്ടാൽ ഒരാൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എമ്പുരാൻ എന്ന ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സ്വാഭാവികമായിട്ട് സുരേഷ് കുമാറും ലാലേട്ടനും അല്ലെങ്കിൽ ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും തമ്മിലൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഏതാണ്ട് 2 ചേരികളായിട്ട് വരികയും സുരേഷ് കുമാറിൻ്റെ ചേരിയിൽ സിയാദ് കോക്കറിനെ പോലുള്ള നിർമ്മാതാക്കളും അതുപോലെ ഫിയോക്കിൻ്റെ കുറേ ആൾക്കാരുമൊക്കെ അല്ലെങ്കിൽ ഫിലിം ചേംബറിൻ്റെ ആൾക്കാരെല്ലാം പിന്തുണ പ്രഖ്യാപിച്ചപ്പം സ്വാഭാവികമായിട്ടും ലാലേട്ടനും ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജിനും തൽക്കാലത്തേക്കൊന്ന് നമ്മൾ പറഞ്ഞത് തല താഴ്ത്തേണ്ടി വന്നു. കാര്യം ആന്റണി പെരുമ്പാവൂരിന് ഇട്ട പോസ്റ്റ് വരെ പിൻവലിക്കേണ്ടി വന്നു. അതിനെ സപ്പോർട്ട് ചെയ്ത പൃഥ്വിരാജിന് പോലും ഈ പറഞ്ഞ കണക്ക് എല്ലാവർക്കും നോക്കി നിൽക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. ഈ സുരേഷ് കുമാറിൻ്റെ ഒരു ശക്തി നമ്മൾ ആ സമയത്ത് കണ്ട്. പിന്നീട് എന്തൊക്കെയോ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയുടെ ഭാഗമായിട്ടാണോ എന്ന് നമുക്കറിയില്ല. ഇതുവരെയും, അതായത് മാർച്ച് 27-ാം തീയതി എമ്പുരാൻ റിലീസ് ചെയ്ത് ഇതുവരെയും, അതായത് എമ്പുരാൻ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഈ ചില യൂട്യൂബർമാർ പറയുന്ന കണക്ക് മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ചില യൂട്യൂബേഴ്സ് പറയുന്നു എന്ന് പറയുന്നത് ഓടിത്തളർന്ന് അല്ലെങ്കിൽ ക്ഷീണിച്ച അവശമായിട്ടുള്ള, അങ്ങനെ തന്നെ പറയാം, 265 കോടിയിൽ 262 കോടി 263 കോടി നടങ്ങി 265 കോടിയിൽ വന്നു നിൽക്കുന്ന സിനിമ അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ആ രീതിയിൽ ഓട്ടം നിലച്ച് നിൽക്കുന്ന ഒരു സിനിമയെക്കുറിച്ച് എന്താണ് അതിൻ്റെ വേൾഡ് വൈഡ് കളക്ഷനോ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കളക്ഷനോ ഒന്നുമില്ലെങ്കിൽ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷനെ കുറിച്ച് പറയാൻ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ മുന്നോട്ട് വരാത്ത, അവരുടെ വെള്ളിത്തിര എന്ന് പറയുന്ന ചാനലിലൂടെ അതിൻ്റെ കളക്ഷൻ പുറത്തു വിടുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ. പക്ഷേ അതിലൊന്നും നമ്മൾ കാണുകയോ അല്ലെങ്കിൽ സുരേഷ് കുമാർ അത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടി ഒന്നും ചെയ്യുന്നത് ഞാൻ കണ്ടില്ല. വളരെയേറെ വിഷമമുണ്ട്. പക്ഷേ ഇനി മിക്കവാറും സുരേഷ് കുമാർ വരും. എപ്പോഴാണ്? കുറച്ച് ദിവസം കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് എമ്പുരാൻ അങ്ങ് ആറി തണുത്ത് കഴിയുമ്പം ബസുക്കയുടെ കളക്ഷനുമായിട്ട് വരും. ബസുക്ക കേരള ബോക്സ് ഓഫീസിൽ ഇത്രയും കളക്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ വേൾഡ് വൈഡും ഒന്നും പറയത്തില്ല, ഓൾ ഇന്ത്യ കളക്ഷനും പറയത്തില്ല, കേരള ബോക്സ് ഓഫീസ് മാത്രമാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് ബസുക്ക ഒരു വിജയമോ പരാജയമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാൻ സാധിക്കും. കാര്യം ഇപ്പോൾ തന്നെ സാഗ്നിൽക്കിൻ്റെ പേജ് നമ്മൾ നോക്കുന്ന സമയത്ത് 25 കോടിയിലാണ് ഇപ്പോൾ ബസുക്ക ഇന്നത്തെ ദിവസം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനൊരു മുതൽ മുടക്ക് വെച്ച് ഈ പറഞ്ഞ കണക്ക് 25 കോടി ഒന്നും നേടിക്കഴിഞ്ഞാൽ അതൊരു വിജയമാവില്ല എന്ന് നമുക്കറിയാം. അതിന് ഇനിയും കുറേ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. മുമ്പോട്ട് പോകുന്നെങ്കിൽ സന്തോഷം, പരാജയപ്പെടുന്നെങ്കിൽ ആ പറഞ്ഞ കണക്ക് ആ പരാജയം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ സിനിമയുടെ വിജയത്തിന് വേണ്ടി കാത്തിരിക്കാം എന്ന് തന്നെയാണ് ഒരു മമ്മൂക്കയുടെ ആരാധകൻ എന്നുള്ള രീതിയിൽ
എൻ്റെ ഒരു കാഴ്ചപ്പാടും എൻ്റെ ഒരു അഭിപ്രായവും എന്ന് പറയുന്നത്. പക്ഷേ സുരേഷ് കുമാർ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് സുരേഷ് കുമാർ എത്രയും പെട്ടെന്ന് തിരികെ വന്ന് ഈ പറഞ്ഞ കണക്ക് എമ്പുരാൻ്റെ ഒരു കളക്ഷനെ കുറിച്ച് അവതരിപ്പിക്കണം. കാര്യം ഈ പറഞ്ഞ കണക്ക് നിഷ്പക്ഷനാണ് സുരേഷ് കുമാർ എന്നും അല്ലെങ്കിൽ സുരേഷ് കുമാറിനോടൊപ്പം ഉള്ളവരെന്ന് തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് എമ്പുരാൻ്റെ ഒരു കളക്ഷൻ വെള്ളിത്തിര എന്ന് പറയുന്നത് അവരുടെ ചാനലിൽ കൂടെ പുറത്തു വിടുക, അല്ലെങ്കിൽ മാധ്യമങ്ങളെ പ്രൊഡ്യൂസേഴ്സിന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം സുരേഷ് കുമാറിനുണ്ട്. അല്ലാതെ ഈ സമയത്ത് എവിടെയെങ്കിലും മാറിയിരിക്കുകയല്ല, ഈ പറഞ്ഞ കണക്ക് സുരേഷ് കുമാറിന് സൗകര്യം ഉള്ളപ്പോൾ വന്ന് പ്രതികരിക്കുകയുമല്ല വേണ്ടുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഇത് തൽക്കാലം നമുക്ക് ഈ വിഷയം നിർത്തിയിട്ട് മറ്റൊരു കാര്യം കൂടെ ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് ചേർത്ത് നമ്മൾ പറയുമ്പം ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് മോഹൻലാലിൻ്റെ അല്ലെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ അത്ര കളക്ട് ചെയ്തു, ഇത്ര കളക്ട് ചെയ്തു, മമ്മൂക്കയുടെ ഒരുപാട് സിനിമകളുടെ കളക്ഷൻ എല്ലാം കൂടെ കൂട്ടിയാൽ പോലും എമ്പുരാനോളം എത്തത്തില്ലെന്ന്. ഞാൻ ചോദിക്കുന്ന കണക്ക് ഈ 10-40 വർഷമായിട്ട് അല്ലെങ്കിൽ 10-47 വർഷമായിട്ട് അഭിനയിക്കുന്ന ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ 264 കോടി എന്ന് പറയുന്നത് അദ്ദേഹം എൻ്റെ അറിവിൽ ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമയ്ക്ക് ഒരു വേൾഡ് വൈഡ് ആയിട്ട് കളക്ട് ചെയ്യുന്നത്. മാത്രം ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഏതോ ഒരാൾ എവിടെയോ പറയുന്ന കേട്ട് മഹേഷ് നാരായണന്റെ മമ്മൂക്ക ചിത്രം വിജയിച്ചു കഴിഞ്ഞാൽ അത് മമ്മൂക്കയുടെ മാത്രം വിജയമല്ലെന്ന്. തിരിച്ച് എനിക്ക് മനസ്സിലാവാത്തത് ഇവന്മാർക്കൊക്കെ എന്തിൻ്റെ കേടാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പം അങ്ങനെയാണെങ്കിൽ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അത് ലാലേട്ടൻ്റെ മാത്രം സിനിമ എങ്ങനെ ആവും? അതിനകത്ത് പൃഥ്വിരാജ് ഇല്ലേ? അതിനകത്ത് ടൊവിനോ തോമസ് ഇല്ലേ? അപ്പം ഞാൻ ചോദിക്കുന്ന കണക്ക് ഈ പൃഥ്വിരാജിനും ടൊവിനോ തോമസിനും ഒന്നും ഇവിടെ യാതൊരുവിധ വിലയില്ലയോ? കാര്യം അപ്പം ലാലേട്ടനോടൊപ്പം എമ്പുരാനകത്ത് അവരഭിനയിച്ച സിനിമയുടെ ഒക്കെ വിജയം അല്ലെങ്കിൽ 264 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലാലേട്ടൻ്റെ വിജയം. മഹേഷ് നാരായണൻ്റെ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ അത് മമ്മൂക്കയുടെ മാത്രം വിജയമല്ല. ഏത് കണക്കിലായി പറയുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അതുപോലെ ഈ പറയുന്നത് ഇപ്പോൾ ഒരു നമ്മൾ പറയുന്നത് ആലപ്പുഴ ജിംഖാന 1ാം സ്ഥാനത്ത്, 2ാം സ്ഥാനത്ത് മരണമാസം എന്നൊക്കെ ചില യൂട്യൂബേഴ്സ് പറയുന്നുണ്ട്. ഏത് കണക്കിലാണെന്ന് എനിക്കറിയില്ല. കാര്യം ഇനി മുതൽ മുടക്കിൻ്റെ വെച്ചിട്ടാണ് നോക്കുന്നതെങ്കിൽ ഒരു പക്ഷേ ശരിയാവാം. പക്ഷേ മുതൽ മുടക്കിൻ്റെ നമുക്ക് നമ്മൾ പറഞ്ഞ കണക്ക് എമ്പുരാൻ ഏതാണ്ട് ഓട്ടോ ഒക്കെ തീർന്ന് ക്ഷീണിച്ച് അവശനായി നിൽക്കുന്ന ഒരു 265 കോടി നിൽക്കുന്ന കണക്കല്ല. ബസ്സൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കണക്ക് 22 കോടിയിൽ നിന്ന് 23, 24, 25 കോടി വന്നത്. ഇപ്പോൾ ചിലപ്പം ബസ്സുകളുടെ സ്ഥിതി അത് തന്നെയായിരിക്കും. പക്ഷേ വേൾഡ് വൈഡ് കളക്ഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് സാക്ലിൽക്കിന്റെ കളക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഈ പറഞ്ഞ കണക്ക് മരണമാസം എന്ന് പറയുന്ന സിനിമ ബസുക്കെക്കാട്ടിലും 10 കോടി പുറവിലാണ്. അതായത് മരണമാസത്തിന്റെ നിലവിലുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ 15 കോടിയാണ്, ബസുക്ക 25 കോടിയാണ്. പിന്നെ ഞാൻ ആവർത്തിച്ച് പറയുന്ന കണക്ക് ഞാൻ തന്നെയാണ് അങ്ങോട്ട് പറയുന്നത്. ഇനി ഇപ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് ഞാൻ പറഞ്ഞ പോയിന്റുകൾ തിരിച്ച് എന്നോട് തന്നെ ഇതിൻ്റെ മുതൽ മുടക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞത് വരേണ്ട കാര്യമില്ല. കാര്യം ഞാൻ തന്നെയാണ് പറയുന്നത്. കാര്യം ഈ ലാലേട്ടൻ ഫാൻസിൻ്റെ ചില യൂട്യൂബർമാർക്കും അല്ലെങ്കിൽ ചില അവരുടെ ഫാൻസ് അസോസിയേഷനിൽ പെട്ട ചിലവന്മാർക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണത്തില്ല. അവിടെ ഇവിടെ ഇവർ സ്കിപ്പ് ചെയ്ത് കാണുന്നിട്ട് എന്താണോ ഇവന്മാർ കാണുന്നത് അതിനകത്ത് വെച്ച് ഇവന്മാരുടെ അഭിപ്രായം എന്ന് പറയും. കാര്യം മൊത്തം കേട്ടിട്ട് വേണ്ട അഭിപ്രായം പറയാൻ, ഒരാൾ എന്താണ് പറയുന്നതെന്നും കേട്ടിട്ട് വേണ്ട അഭിപ്രായം പറയാൻ വേണ്ടി ഇവന്മാരിൽ ഒരുത്തർ പോലും അങ്ങനെ ഒരു ചിന്തയില്ല. നമ്മൾ പിന്നെ എത്ര വട്ടം പറഞ്ഞു കൊടുക്കണം. ഇന്ന് തന്നെ ആരൊക്കെയോ ചോദിക്കുന്നിട്ട് 325 കോടിയുടെ 30 ദിവസത്തെ പോസ്റ്ററിനെ കുറിച്ച് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല, ഒരുപാട് പറയാനുണ്ട് അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ച് ഞാനത് വിട്ടതാ. ആ വിഷയം ഞാനിപ്പോൾ സംസാരിക്കുന്നുമില്ല. ഞാൻ എൻ്റെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുമില്ല. കാര്യം ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത്തരത്തിലുള്ളൊരു ട്രോളും കാര്യങ്ങളും ഞാനന്ന് കാണുന്നത്. പിന്നെ ഞാൻ വിചാരിച്ച് ആ വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ച് ഞാനത് വിട്ടുകളഞ്ഞതാ. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ എന്താണെന്ന് പോലും ഇവന്മാർ ക്ഷമയോടുകൂടി ഇരുന്ന് കാണാതെയാണ് ഇവന്മാർ അഭിപ്രായങ്ങളുമായിട്ട് വരുന്നത്. ആദ്യം നിങ്ങൾ വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങൾ താഴെ കൊണ്ടുവന്ന് കമൻറ്റ് ഇടുന്നത് ഞാനിപ്പോൾ പറഞ്ഞില്ലയോ. ഇതിനകത്ത് ഇത് സ്കിപ്പ് ചെയ്ത് കാണുന്നിട്ട് ഇവന്മാർ കേൾക്കുന്നതിന് മാത്രം വെച്ചിട്ട് ഇവന്മാരങ്ങ് ചെയ്യും. ഫുള്ള് കാണത്തില്ല ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നിലവിൽ നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു ആരാധന എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ടാൽ ഇപ്പം നമുക്കറിയാം ബസ്സുകൂടെ ഒരു നിർമ്മാണ ചെലവും അല്ലെങ്കിൽ അത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തുകയും വെച്ച് നോക്കുമ്പം അതൊരു നല്ല വിജയത്തിലേക്കോ ഒരുപക്ഷെ ഒരു വിജയത്തിലേക്കോ പോകും എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല തിയേറ്റർ കളക്ഷൻ വെച്ചിട്ട്. കാര്യം ഇപ്പോൾ ലാലേട്ടൻ്റെ ഫാൻസുകാർക്ക് ഒരു പരിപാടിയുണ്ട് ഇവരുടെ. ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു സിനിമ പരാജയപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവർ പറയും ആ റൈറ്റ് നോക്കൂ, OTT റൈറ്റ് നോക്കൂ, സാറ്റലൈറ്റ് റൈറ്റ് നോക്കൂ, ഓവർസീസ് റൈറ്റ് നോക്കൂ എന്നൊക്കെ ഇവർ പറയും. അതായത് തിയേറ്റർ കളക്ഷൻ മാത്രം പോരാ, ലാലേട്ടൻ്റെ സിനിമ വിജയിച്ചു എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ലോകത്തുള്ള എല്ലാ റൈറ്റ്സിൻ്റെ കിട്ടിയ തുകയും കൂടെ ഇവരങ്ങ് കൂട്ടും. എന്നാൽ മമ്മൂക്കയുടെ സിനിമ ഇവർ അടച്ചങ്ങ് പറഞ്ഞേക്കും പരാജയപ്പെട്ടു എന്ന്. മമ്മൂക്കയുടെ സിനിമ OTT പോയോ, അല്ലെങ്കിൽ OTT പോയെങ്കിൽ എത്ര കിട്ടി, അല്ലെങ്കിൽ OTT പോകുന്നു എന്ന് നോക്കിയതിന് ശേഷം ഒരു അഭിപ്രായം പറയാം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു സാറ്റലൈറ്റ് റൈറ്റ് ഇത്തരത്തിലുള്ള റൈറ്റ് എന്ത് തുക കിട്ടി, അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം അത്തരത്തിലുള്ള പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊന്നും നോക്കാതെ മമ്മൂക്കയുടെ സിനിമയ്ക്ക് മാത്രം തിയേറ്ററിൽ നിന്ന് ഓടി ലാഭം നേടണം, ലാലേട്ടൻ്റെ സിനിമയ്ക്ക് മാത്രം തിയേറ്ററിൽ നിന്ന് ഓടി ലാഭം നേടേണ്ട, സകലമാന ബിസിനസ് കളക്ഷനോടെ നേടിയിട്ട് ലാലേട്ടൻ്റെ സിനിമ വിജയമാണെന്ന് യുവമാർക്ക് സ്ഥാപിച്ചെടുക്കണം. ഇതിനെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഒരിക്കലും അംഗീകരിക്കാത്ത
അംഗീകരിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഇവന്മാർ കമൻറ്റുമായിട്ട് വരുന്നത്. കാര്യം ഒരു കാലത്തും ഞാൻ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്ന ഒരു മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത കുറേ പോളിസീസാണ് ഇവന്മാരുടെ. പണ്ട് കാലത്ത് ഇത് തന്നെ ആന്റണി പെരുമ്പാവൂർ പറയുന്ന കളക്ഷൻ ഇവന്മാർ വിശ്വസിക്കും. മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ ഒരു കളക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ ആരും അംഗീകരിക്കത്തില്ല. അതെല്ലാം തള്ളാന്ന പണ്ട് മുതൽ പറയുന്നത്. മമ്മൂക്കയ്ക്ക് 50 കോടിയില്ല, മമ്മൂക്കയ്ക്ക് 100 കോടിയില്ല. ആ മനുഷ്യനെ വെച്ചിട്ട് അഭിമാനം ഉണ്ടായതുകൊണ്ട് ആ മനുഷ്യൻ 100 കോടി ഇല്ല എങ്കിൽ ഇല്ലെന്ന് തന്നെ പറയുന്നത്. അല്ലാതെ നേരെന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ 100 കോടി, അതിനകത്ത് അഭിനയിച്ച നടിയുടെ പേജിൽ കൂടെ 100 കോടി ഒന്ന് തള്ളി നോക്കുകയും സോഷ്യൽ മീഡിയയിൽ ട്രോളുകളുടെ പൂരമായപ്പം ആ പോസ്റ്റർ പിൻവലിച്ചിട്ട് വിത്ത് ബിസിനസ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് 100 കോടി അടിച്ചിറക്കേണ്ടെന്ന സ്ഥിതിയൊന്നും ആ മനുഷ്യൻ എന്തായാലും വന്നില്ല. പിന്നെ മാമാങ്കം എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്ക് മധുരരാജ എന്ന് പറയുന്ന സിനിമ അത്തരത്തിലുള്ള പോസ്റ്റർ ഇറക്കി. പക്ഷേ എൻ്റെ നിർമ്മാതാവ് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മമ്മൂക്ക പറഞ്ഞിട്ടാണ് അത്തരത്തിലുള്ള കാര്യം. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമയേ അല്ല ഈ മാമാങ്കം എന്ന് പറയുന്നതും മധുരരാജ എന്ന് പറയുന്നത്. പക്ഷേ നേരെന്ന് പറയുന്ന സിനിമ ലാലേട്ടൻ്റെ ആശീർവാദം തന്നെ നിർമ്മിച്ച സിനിമയാണ് നേരെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നേരെന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ച് എടുത്തു പറഞ്ഞത്. അതുപോലെ 200 കോടി അടിച്ച് ഒരു സമയത്ത് പോസ്റ്ററിനകത്ത് വെച്ചിരുന്നതാണ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമ. അതും ഈ പറഞ്ഞ ആശീർവാദിൻ്റെ തന്നെ സിനിമയാണ്. കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മൾ കേട്ടത് 127 കോടിയാണ്, മറ്റേത് വിത്ത് ബിസിനസ് കളക്ഷനാണ്. അപ്പോൾ ഇതൊന്നും ആരും ചൂണ്ടിക്കാണിച്ചില്ലെങ്കിലും ട്രാക്കർമാർ വന്നില്ലെങ്കിലും കളക്ഷൻ തള്ളുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ചുരുക്കത്തിൽ എല്ലാ സിനിമയും വിജയിക്കട്ടെ. പരാജയപ്പെട്ട സിനിമകളുടെ പരാജയം അംഗീകരിച്ചുകൊണ്ട് പുതിയ സിനിമകളിലേക്ക് നമുക്ക് പോകാം. പുതിയ സിനിമകൾ എല്ലാവരുടെയും വിജയമാവട്ടെ നമുക്ക് ആഗ്രഹിക്കാം. താങ്ക്